കടല് കണ്ടവനെ കൈത്തോട് കാട്ടി പേടിപ്പിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. അത് തന്നെയാണ് BJP-യോടും ഇലക്ഷൻ കമ്മീഷനോടും പറയാനുള്ളത്. കാരണം നിങ്ങൾ എത്രയൊക്കെ പേടിപ്പിച്ചിട്ടും രാഹുൽ ഗാന്ധി പേടിക്കുന്നില്ല എന്ന വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ളത്. അതുകൊണ്ടാണ് വോട്ട് മോഷണ ആരോപണത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭീഷണിയെ അപ്പാടെ കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും 5 പൈസയുടെ വില പോലും നൽകാത്തത്. രാഹുൽ ഗാന്ധി ആരോപിച്ച വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി 7 ദിവസത്തിനകം സത്യവാങ്മൂലം നൽകണം, അല്ലെങ്കിൽ മാപ്പ് പറയണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇലക്ഷൻ കമ്മീഷനും കള്ളവോട്ട് ചേർത്ത വിജയിച്ചവരുടെയും അറിവിലേക്കായി ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ആള് മാറിപ്പോയി. അതുമാത്രമാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. കാരണം നഷ്ടങ്ങളും തോൽവികളും കണ്ട് മാത്രം വളർന്ന രാഹുലിന് നിങ്ങളുടെ ഓലപ്പാമ്പ് കണ്ട് ഭയക്കാൻ സമയമില്ല. ഇന്ന് രാഹുൽ ജനങ്ങളുടെ ഇടയിലാണ്. അയാൾ ജനാധിപത്യം എന്താണെന്ന് ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ച വോട്ട് അധികാർ യാത്രയിൽ രാഹുൽ ഇലക്ഷൻ കമ്മീഷനെ യാതൊരു ദയാദാക്ഷിണ്യവും കൂടാതെ ആക്രമിച്ചത്. മഹാരാഷ്ട്രയിൽ വോട്ട് കൊള്ള നടന്നു. പുതിയതായി ചേർത്ത വോട്ടുകൾ BJP-യിലേക്ക് കൂട്ടമായി പോയി. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് വോട്ട് കൊള്ള നടത്തി. അദാനിയെയും അംബാനിയെയും സഹായിക്കാൻ ബീഹാറിലെ 65 ലക്ഷം വോട്ടുകൾ വെട്ടി രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേസെടുക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾക്കറിയാമോ? എപ്പോഴാണ് ഈ നിയമം നിർമ്മിച്ചതെന്നറിയുമോ? 2023-ലാണ് ഈ നിയമം ഉണ്ടാക്കിയത്. എന്തിനാണ് ഈ നിയമം 2023-ൽ ഉണ്ടാക്കിയത്? കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേസെടുക്കരുതെന്നാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ആവശ്യം. അവർക്ക് വോട്ട് മോഷ്ടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹായിക്കുന്നുണ്ട്, രാഹുൽ ഗാന്ധി പറഞ്ഞു. ബീഹാറിൽ വോട്ട് ചോർച്ച നടത്തില്ലെന്ന് ഇന്ത്യ മുന്നണി തീരുമാനിച്ചെന്നും രാഹുൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചവരെന്ന് പറഞ്ഞവരോടൊപ്പം ചായ കുടിക്കുന്ന തന്റെ വീഡിയോയെക്കുറിച്ചും അദ്ദേഹം റാലിയിൽ പരാമർശിച്ചു. മരിച്ചവരോടൊപ്പം ഞാൻ ചായ കുടിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടോ? ജീവിക്കുന്ന മനുഷ്യരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊന്നു, അവരുടെ പേര് നീക്കി. അവരുടെ പേരെന്തിനാണ് നീക്കിയതെന്ന് ഞാൻ ചോദിച്ചു. മുകളിൽ നിന്നാണ് ഉത്തരവ് വന്നതെന്ന് അവർ പറഞ്ഞു. നരേന്ദ്രമോദിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഉത്തരവ് ബീഹാറിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ട് ഇല്ലാതാക്കുകയാണ്, രാഹുൽ പറഞ്ഞു. പാവപ്പെട്ടവന്റെ കയ്യിൽ അവശേഷിക്കുന്നത് ഈ വോട്ടാണെന്നും അതും തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. വോട്ടിനും ഭരണഘടനയ്ക്കും വേണ്ടിയാണ് തന്റെ പോരാട്ടമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാമെന്ന നിയമനിർമ്മാണം ആർക്കു വേണ്ടി നടത്തിയതെന്ന് ചോദിച്ച രാഹുൽ ഒരടി പോലും പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം കണ്ടെന്നും തന്റെ ഒരു ചോദ്യത്തിന് പോലും മറുപടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് മോഷണം ഇനി അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാൽ രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകണമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യത്തിന് നേരെ കടുത്ത ഭാഷയിലാണ് കോൺഗ്രസും തിരിച്ചടിച്ചത്. കമ്മീഷന്റെ ഈ നടപടി അവരുടെ നഗ്നമായ പക്ഷാപാതം തുറന്നു കാട്ടുന്നതാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് എക്സ് പോസ്റ്റിലൂടെ പറഞ്ഞു. പുതിയ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യമായാണ് നേരിട്ട് സംസാരിക്കുന്നതെന്ന് അദ്ദേഹം പരിഹസിച്ചു. ബീഹാറിലെ സാസാറാമിൽ നിന്ന് രാഹുൽ ഗാന്ധി വോട്ടർ അധികാർ യാത്ര ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയതെന്ന സമയക്രമം സംശയാസ്പദമാണെന്ന് ജയറാം രമേശ് ചൂണ്ടിക്കാട്ടി. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് CEC-യും മറ്റ് 2 കമ്മീഷണർമാരും തുടങ്ങിയത്. ഇതിനെതിരായ വ്യക്തമായ തെളിവുകൾ മുന്നിലിരിക്കെ ഇത്തരം വാദങ്ങൾ അങ്ങേയറ്റം ബാലിശമാണെന്ന് രമേശ് പറഞ്ഞു. രാഹുൽ ഗാന്ധി ഉന്നയിച്ച സുപ്രധാന ചോദ്യങ്ങൾക്കൊന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമായ മറുപടി നൽകിയില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. വോട്ടർ പട്ടികയിലെ തിരുത്തലുകളുടെ ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടികളുടെയും വ്യക്തികളുടെയും തലയിൽ കെട്ടിവെക്കാനാണ് കമ്മീഷൻ ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഇപ്പോൾ പ്രസക്തമായ ഒരേ ഒരു കാര്യം ഇതാണ്: ബീഹാറിലെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. ഈ പ്രക്രിയയെക്കുറിച്ചുള്ള 2025 ഓഗസ്റ്റ് 14-ലെ സുപ്രീം കോടതി വിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കുമോ? ഭരണഘടനാപരമായി അവർക്കതിന് ബാധ്യതയുണ്ട്. രാജ്യം അത് ഉറ്റുനോക്കുകയാണ് എന്ന് ജയറാം രമേശ് വ്യക്തമാക്കി. ഇപ്പോൾ പ്രസക്തമായ ഒരേ ഒരു ചോദ്യം ഇതാണ്: ബീഹാറിലെ
സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പ്രക്രിയയെക്കുറിച്ചുള്ള 2025 ഓഗസ്റ്റ് 14 സുപ്രീം കോടതി വിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാക്കുമോ? ഭരണഘടനാപരമായി അവർക്കതിന് ബാധ്യതയുണ്ട്. രാജ്യം അത് ഉറ്റുനോക്കുകയാണെന്ന് ജയറാം രമേശ് വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിക്ക് നേരെയുണ്ടായ ഭീഷണികളോട് പ്രതികരിച്ചുകൊണ്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ ഡാറ്റ വെളിപ്പെടുത്തിയ വസ്തുതകൾ മാത്രമാണ് പറഞ്ഞതെന്ന് ജയറാം രമേശ് പറഞ്ഞു. എന്നാൽ ഇവിടം കൊണ്ടൊന്നും നിർത്താൻ കോൺഗ്രസ് ആലോചിക്കുന്നില്ല. വിഷയത്തിൽ കടുത്ത നിലപാടുമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത്. കൂടുതൽ സംസ്ഥാനങ്ങളിലെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരാനാണ് നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകില്ല. സംസ്ഥാനങ്ങളിൽ കമ്മീഷനെതിരെ പ്രതിഷേധം വ്യാപിപ്പിക്കാനും നീക്കമുണ്ട്. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടികയിലെ ചർച്ച ആവശ്യപ്പെട്ട് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ 2 ആഴ്ചയും വർഷകാല സമ്മേളനം തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ദുർബലമായ ചില ചെറുത്തുനിൽപ്പുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും വോട്ട് ചെയ്യണമെന്നും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പത്രസമ്മേളനം തുടങ്ങിയത്. വോട്ടർ പട്ടിക പുതുക്കാൻ വേണ്ടിയാണ് SIR നടത്തുന്നത്. വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണിത്. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ രജിസ്ട്രേഷൻ വഴിയാണ് നിലനിൽക്കുന്നത്. കമ്മീഷൻ എങ്ങനെ ആ രാഷ്ട്രീയ പാർട്ടികളോട് വിവേചനം കാണിക്കും? കമ്മീഷന് പക്ഷമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാറിലെ 7 കോടിയിലധികം വോട്ടർമാർ കമ്മീഷന്റെ കൂടെ നിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ തൊലിപ്പുറത്തെ മരുന്നുപോലെയുള്ള ഇത്തരം പരാമർശങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലുള്ളത്. അതിനുമപ്പുറം നിയമപരമായി യാതൊരുവിധ നടപടിക്കും മുതിരാൻ സാധിക്കാത്ത വിധം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടിരിക്കുകയാണെന്ന് ചുരുക്കം. വോട്ട് ചോരി എന്ന കള്ളക്കഥ പ്രചരിപ്പിക്കുകയാണെന്നും കമ്മീഷൻ പറഞ്ഞു. വോട്ട് കൊള്ളയെന്ന ആരോപണം ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അപമാനമാണ്. വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് സുപ്രീം കോടതി അന്തിമ വിധി പറഞ്ഞതാണ്. വോട്ടറുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. രാഹുൽ ഗാന്ധി സ്വകാര്യത ലംഘിച്ചുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിമർശിച്ചു. എത്ര പേരാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നത്? ആരോപണങ്ങൾ നടത്തുന്നതിന് ചില വോട്ടർമാരുടെ ചിത്രം അനുമതിയില്ലാതെ ഉപയോഗിച്ചു. അവർക്കെതിരെ കള്ള ആരോപണം ഉന്നയിച്ചു. കേരളത്തിൽ ഉൾപ്പെടെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടിംഗ് നടക്കുന്ന ദിവസം മുതൽ ഫലപ്രഖ്യാപനം പൂർത്തിയായതിനു ശേഷവും പരാതിയുമായി കോടതിയെ സമീപിക്കാൻ അവകാശമുണ്ട്. 45 ദിവസത്തിനുള്ളിൽ എന്തുകൊണ്ട് ഹർജി നൽകിയില്ല? ഇതൊന്നും ചെയ്യാതെ ഇത്ര നാളുകൾക്ക് ശേഷം പരാതി ഉന്നയിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ് എന്ന് കമ്മീഷൻ ചോദിച്ചു. കേരളത്തിലാകട്ടെ കർണാടകയിലാകട്ടെ ഉയർന്ന പരാതികളിൽ കഴമ്പില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെട്ടു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വാദങ്ങളൊന്നും തന്നെ ജനങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് അധികാർ യാത്രയ്ക്ക് അത്രയധികം ജനപിന്തുണയാണ് കിട്ടുന്നത്. 16 ദിവസങ്ങളിലായി 1300 കിലോമീറ്ററുകളാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്ര താണ്ടുന്നത്. ഇന്ത്യ സഖ്യ നേതാക്കളെല്ലാം യാത്രയിൽ പങ്കെടുക്കും. സെപ്റ്റംബർ 1 പാറ്റ്നയിലെ ഗാന്ധി മൈതാനിയിൽ യാത്ര സമാപിക്കും. ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി വിളിച്ചോതുന്ന റാലിയാകും സമാപന ദിവസം കാണാൻ കഴിയുക. കേന്ദ്രം വോട്ട് ചോരി വിവാദത്തിൽ ഇപ്പോഴും മൗനം തുടരുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷം പ്രക്ഷോഭങ്ങൾ ശക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലുടനീളം കോൺഗ്രസ് നേതാക്കൾ ലൈറ്റ് നൈറ്റ് മാർച്ച് നടത്തിയിരുന്നു. എന്നാൽ രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ഈ പ്രശ്നത്തിൽ മോദിയും അമിത്ഷായും ഒരക്ഷരം പോലും ഉരിയാടിയിട്ടില്ല. കാരണം വോട്ട് മോഷ്ടിച്ച് തന്നെയാണ് അവർ അധികാരത്തിലെത്തിയത്. അതാണ് ആദ്യമേ പറഞ്ഞത്. രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. നിങ്ങളെപ്പോലെ ശാഖയിലെ കവാത്ത് നടത്തിയും കലാപം നടത്തിയും വളർന്നു വന്നവനല്ല രാഹുൽ. രാജ്യത്തിന് വേണ്ടി വെടിയേറ്റ് വീണ മുത്തശ്ശിയുടെയും കൊച്ചുമകനും ചിതറിത്തെറിച്ച അച്ഛന്റെയും മൃതദേഹങ്ങൾ കണ്ട് വളർന്നവനാണ്. അതാണ് ആദ്യം പറഞ്ഞത്. കടല് കണ്ട് വളർന്നവനെ കൈത്തോട് കാട്ടി പേടിപ്പിക്കരുതെന്ന്. അത് മാത്രമാണ് BJP യോട് പറയാനുള്ളത്.